സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ഇങ്ങനെ ജോലിക്ക് പോകണം, നല്ല ജോലി തന്നെ, കുഴപ്പമില്ല, നമുക്ക് വേറൊരു ജോലിയിലേക്ക് ഇനി മാറാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതിക്കാണ് ആ ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആ ജോലിക്ക് പോകാതിരിക്കാനുള്ള നമ്പറൊക്കെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, ആ ജോലിക്ക് പോകാം, അതിങ്ങനെ പുതിയ കുറേ വണ്ടികളൊക്കെ വരും, നമുക്ക് ആ പുതിയ വണ്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കാം, ഈ വണ്ടികളൊന്നും അവിടെ നിന്ന് സെയിൽ നടക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ആ കമ്പനിയിൽ ഇങ്ങനെ സെയിൽ നടക്കാതിരുന്നാൽ മതി എന്നൊക്കെയാണ് ഈ ശ്രുതി പറയുന്നത്. അപ്പോൾ പറയും, അങ്ങനെയൊന്നും പറയരുത്, നമുക്ക് എന്തൊക്കെ കടങ്ങളൊക്കെ വീട്ടാനുണ്ട്, എനിക്ക് കട നടത്താനാണെങ്കിൽ തന്നെ അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് പൈസയൊക്കെ തന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ പലിശ നമുക്ക് അടയ്ക്കണ്ടേ, ഇങ്ങനെ അമ്മേനെ കഷ്ടപ്പെടുന്നത് ശരിയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പൈസയുടെ കാര്യത്തെയൊക്കെ നമ്മൾ വേണം അടയ്ക്കാൻ, അതിൻ്റെ പലിശയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നു, ശരി അത് ഇനി പോട്ടെ, നമുക്ക് കൊടുക്കാം, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുന്നതാണ് കാണിക്കുന്നത്. അതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിനെ ആൽബം കാണിച്ചു കൊടുക്കും കേട്ടോ. ശ്രുതി പഴയ കുറേ ഫോട്ടോസൊക്കെ ആട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ശ്രുതിയുടെ കുറേ ചെറിയ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന കുറേ ചെറുപ്പത്തിലുള്ള ഫോട്ടോസിൻ്റെ ഒരു ആൽബമാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശ്രുതി അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കാം, ഈ ഉടുപ്പൊക്കെ എപ്പോഴും ഉണ്ടോ, അതൊക്കെ ഇടാമെന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതുമുടി ആയതുകൊണ്ട് ഭയങ്കര റൊമാൻറ്റിക് രീതിയിൽ ഉള്ള സംസാരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വർഷയാണെങ്കിൽ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മെക്കാനിക്കിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്ക് വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, അത് പെട്ടെന്നാവില്ല, കുറച്ച് സമയം പിടിക്കും, അന്നേരപ്പോഴത്തേക്ക് ഇത് ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്ക് വർഷ പിന്നെ അത്ര നേരം വെയിറ്റ് ചെയ്തേക്കണം, സ്റ്റുഡിയോയിലേക്ക് പോകുകയും ചെയ്യണം. അപ്പോൾ വർഷ വേഗം ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വേഗം വരുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വന്ന് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ ചോദിക്കും, ഇത്ര ദൂരെ കിടന്ന് എന്നെ വിളിച്ച് എന്താ, നിനക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല, ഞാനങ്ങനെ അധികം എനിക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, അവരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബാധ്യത, പിന്നെ എപ്പോഴും ഫോൺ വിളി, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല, എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം, എന്നെ ആരും വിളിക്കുന്നതോ എനിക്കാരും എപ്പോഴും വിളിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ എൻ്റെ രീതിയിലായിട്ട് ഫ്രീ ആയിട്ട് നടക്കണമെന്നൊക്കെ പറയും. ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് ചിലപ്പോൾ സമയത്തൊരു ബാധ്യതയായിട്ട് തോന്നാറുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും ഒക്കെ ഏകദേശം ഒരു സെയിം തന്നെയാണ്, എനിക്കപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നിൻ്റെ കടയിൽ നല്ല ഫുഡ്, അപ്പോൾ ചോദിക്കുന്നു, ആ ഫുഡിൻ്റെ പേരിലാണോ അപ്പോൾ നീ എന്നെ ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കും. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, നല്ല ഫുഡൊക്കെ അല്ലേ കടയിൽ എന്നൊക്കെ പറയും. നീ എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് അവരിങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ശ്രീകാന്തിൻ്റെ ബാക്കിലിരുന്ന് പോകുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും കാണും. അപ്പോഴത്തേക്കും അമ്മയ്ക്കത് കാണുമ്പോഴത്തേക്കും നെഞ്ചിരിപ്പം നോക്കി, അവളേതോ ആ ചെറുക്കൻ്റെ ബൈക്കിൽ പുറകിലാണ് പോകുന്നത്, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മ, വർഷയുടെ അമ്മ അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഇപ്പം പോകുന്നു വേണ്ട, മോശം അവരുടെ പുറകെ ഇങ്ങനെ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് സ്റ്റുഡിയോയിലേക്ക് ചെല്ലാമെന്ന് പറയും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ സ്റ്റുഡിയോയിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡബ്ബിങ് നടക്കും. അവളിങ്ങനെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് പറയുന്നതും അച്ഛനും അമ്മയും എന്നെ അങ്ങനെ എന്തോ ഒരു സിനിമ എന്തോ സീനിന് അതിന് വേണ്ടി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നതാണ്, എനിക്ക് അച്ഛനും അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, അവരെന്നെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഒരു വിവാഹം കഴിക്കുകയുള്ളൂ, എൻ്റെ അച്ഛനും അമ്മ അത്ര വലിയ നല്ല ആൾക്കാർ, അങ്ങനെ അവരെ പുകഴ്ത്തിയുള്ള ഒരു ഡയലോഗുകളാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. അതിനുശേഷം ഇവൾ ഡബ്ബിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾ പറയും അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ തന്നെ ഇവൾ പറയും, അച്ഛനും അമ്മയും അവരുടെ അടുത്ത് ഞാൻ എൻ്റെ ഇങ്ങനെയൊന്നും അയക്കില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, 18 വയസ്സ് വരെ അവരെന്നെ വളർത്തിയില്ലേ, അവർ പറയുന്ന ആളെയൊന്നും അല്ല ഞാൻ വിവാഹം ചെയ്യുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, കാരണം എന്നെ കണ്ട ഒരാളെ വിവാഹം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് അറിയാവുന്ന ഒരാളെ വേണം, ഞാൻ അതുപോലത്തെ ആളൊന്നും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എന്നാണ് ഇങ്ങനെ ഇവള് വർഷ പറയുക കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതല്ല ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ടാണ് അച്ഛനും അമ്മയും പുറത്തിരിക്കുന്നത്. ഇവളീ പറയുന്നതൊക്കെ കേട്ടോണ്ട് എന്നിട്ട് വേഗം അവൾ ചെന്ന് ചോദിക്കും, അല്ല അപ്പോൾ അമ്മ ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനല്ലേ ചോദിക്കേണ്ടത്, എന്താ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, നീ മോളുടെ അടുത്ത് വരെ ഒന്ന് വന്നത്, അമ്മയ്ക്ക് ഫുഡുമായിട്ട് വന്നാന്ന് പറയും. അമ്മ ഫുഡുമായിട്ട് വന്നോ, എനിക്കോ, അല്ല എന്തോ കാര്യമുണ്ടല്ലോ, സാധാരണ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരുവേ ഇല്ലാത്ത ആളാണല്ലോ, വേറെ എന്തോ ഉണ്ടല്ലോ, എന്താ ആവശ്യം, പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്.
അല്ല മോള് വാ ഈ ഫുഡ് കഴിക്കുന്നൊക്കെ പറയും. എനിക്ക് വെറുതെ എനിക്കറിയാം എന്തോ ആവശ്യമുണ്ട്, എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം സ്നേഹത്തോടെ ഇന്ന് ഇപ്പം ഫുഡൊക്കെ ആയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ അമ്മയോട് പറയുന്നതാണ്. അപ്പം അമ്മ പറയുന്നത് നീ ഒരു ബൈക്കിൻ്റെ പുറകിൽ നിന്ന് പോകുന്ന കണ്ടില്ലേ, ആരുടെ പുറകിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം വേറൊന്നും അല്ല, ഇപ്പം ഇതാണല്ലേ സംഭവം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതൊന്നും അതിന് അവൾ അങ്ങനെ പറയുന്നൊന്നുമില്ല, ആരാന്നോ ഉള്ള രീതിയിലൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കും അമ്മ അവളുടെ വർഷ അച്ഛനെടുത്ത് കൊടുക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ വളർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വർഷ സ്വാതന്ത്ര്യത്തോടെ വളർത്തണോ, അത് എൻ്റെ അവകാശമല്ലേ, അതെനിക്ക് ആരും തരേണ്ട കാര്യമല്ല, സ്വാതന്ത്ര്യം എൻ്റേതാണ്, ഞാൻ ആർക്കും അടിയറവ് വെച്ചിട്ടില്ല, അത് സ്വാതന്ത്ര്യം എനിക്കുള്ളതാണ്, അതെനിക്ക് ആരും തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അമ്മ വന്നിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അമ്മ ഇങ്ങനെ ദേഷ്യത്തോട് തന്നെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോന്ന് വർഷം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം അമ്മ അത് പറയുകയാണ്, ദേഷ്യപ്പെട്ടിട്ട് പറയുമ്പോഴത്തേക്കും എനിക്ക് ഫുഡ് വേണ്ട അങ്ങനെ സംസാരിക്കുന്നുണ്ട് വർഷ. അതിനുശേഷം എന്നിട്ട് അവർ രണ്ട് അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുക, ഇവളുടെ അടുത്ത് ഇനി എന്ത് ചെയ്യും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഇപ്പം ഇങ്ങോട്ട് വരണ്ട, അവളുടെ അടുത്ത് എന്താണേലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാര്യം നടത്തില്ല, നമുക്ക് നയത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു വഴിയുള്ളൂ അവളുടെ അടുത്ത്, അല്ലാതെ അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ, പിന്നെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് പറഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, മയത്തിൽ എന്തെങ്കിലും പറഞ്ഞ് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിയും കൂടെ ഫോട്ടോ കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി വരിക. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മേനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ചെറുപ്പത്തിൽ ഇതെന്താ മോളെ ബുക്കോ നിൽക്കും, ബുക്കല്ല ഇതൊരു ആൽബം, എൻ്റെ ചെറുപ്പത്തിലെ കുറേ ഫോട്ടോസൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അമ്മ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ചന്ദ്രമതി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയും, അയ്യോ ഇത് മോള് വേറെ ഇവിടെയൊന്നും അല്ലായിരുന്നല്ലോ, ചെറുതിലെ വേറെ സ്ഥലത്തേക്ക് അല്ലായിരുന്നോ, പക്ഷേ ഇതെന്താ മോളെ ഇതൊക്കെ ഇവിടുത്തെ സ്ഥലമാണല്ലോ, കേരളത്തിലെ സ്ഥലങ്ങളൊക്കെയാണല്ലോ കാണുന്നതെന്ന് പറയുന്നുണ്ട്. മോള് പുറത്തല്ലായിരുന്നോ, പിന്നെ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ വരുന്നതെന്ന്. അയ്യോ അപ്പോഴത്തേക്കും ശ്രുതിക്ക് അയ്യോ അപ്പോൾ ശ്രുതി വേഗം പറയണം, അതേ അമ്മേ അത് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്, അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ശ്രുതി അവിടുന്ന് പയ്യെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണ്. മോള് ഭരതനാട്യമൊക്കെ കളിക്കുമെന്ന് ചോദിക്കുക. അമ്മ ചെറുതായിട്ട് കളിക്കുമായിരുന്നു എന്ന് പറയും. ആണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ ഈ ഭരതനാട്യമോ മോഹിനിയാട്ടമൊക്കെ പഠിച്ചതാണ്, എൻ്റെ അരങ്ങേറ്റം വരെ കഴിഞ്ഞതായിരുന്നു, ഒന്നും ഞാൻ ചെയ്യാറില്ല എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയും. അതെന്താ അമ്മ അങ്ങനെ ചെയ്യാറില്ല? കല്യാണം കഴിഞ്ഞ ശേഷം അവനൊന്നും അങ്ങനെയൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെന്താ അമ്മയുടെ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് കളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ ശരിയാവത്തില്ല എന്ന് പറയും. അതൊക്കെ ശരിയാവും, അമ്മ വന്ന് എഴുന്നേറ്റ് ഞാൻ പാട്ടി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിയില്ല ശ്രുതി പാട്ട് വയ്ക്കാൻ തുടങ്ങുവാണ്. ശ്രുതി പാട്ട് വയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതി വിളിക്കുക, രേവതി ഇവിടെ വന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി വരുവാണ്. രേവതി വന്നേച്ചാൽ അവിടെ നിന്ന് എല്ലാം പറയും, ഈ ടേബിളും ചെയറും എല്ലാം സൈഡിലേക്ക് ഒതുക്കി വയ്ക്കുക, ഇങ്ങനെ നിരന്ന് കിടന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ഒതുക്കി വയ്ക്കാൻ പറയുന്നു. രേവതി മറ്റേ കീ കൊടുത്ത പാവ് വന്നിട്ട് ചെയ്യുന്ന പോലെ അതെല്ലാം ഒതുക്കി വയ്ക്കുന്നു. എന്നിട്ട് പറയും, നീ വേഗം പൊക്കോ അടുക്കള വല്ല പണിയുണ്ട് പൊക്കോളം പറഞ്ഞിട്ട് രേവതിനെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് രേവതി വേഗം കിച്ചണിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവർ പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ ഓരോ കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ കളിക്കുന്നത് രേവതി പയ്യെ ഡോറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ രേവതി നന്നായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്, അവരുടെ ആ ഡാൻസൊക്കെ. അതിനുശേഷം അപ്പോഴത്തേക്കും രേവതി കാണുവാന്ന് കൊണ്ട് പാട്ട് നിർത്തിയിട്ട് അവർ ഡാൻസിൻ്റെ പാട്ട് നിന്നു. അതിനുശേഷം അപ്പോഴത്തേക്കും പാട്ട് നിർത്തി. അപ്പോഴത്തേക്ക് രേവതി ഇത് കാണുവാന്ന് കണ്ടപ്പോഴത്തേക്കും, നീ പോയേ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിൻ്റെ കണ്ണുദോഷം ഇനി എനിക്ക് കേൾക്കും, നീ പോയേന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുവാണ്. അപ്പോഴത്തേക്ക് രേവതിയോട് വർഷയല്ല ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് ഡാൻസ് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി പറയുന്നത് എനിക്കറിയില്ല എന്ന് പറയും. അവൾക്ക് എങ്ങനെ അറിയാൻ, അവൾക്ക് വല്ല ഡപ്പാങ്കൂത്തും അറിയാം, അവൾക്ക് ആകെ പൂ കെട്ടാൻ മാത്രം അറിയാം, അല്ലാതെ അവൾക്കതൊന്നും അറിയത്തില്ല, അവൾക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല, അവൾക്ക് ആകെ പൂ കെട്ടുന്ന വലിയ ബിസിനസ്സാന്ന് ഓർത്ത് അവൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ കളിയാക്കുന്നതാണ് കാണിക്കുന്നത്. രവീന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഇതെന്താ ഇവിടെ ഒരു പാട്ടൊക്കെ എന്നുള്ള രീതിയിൽ രവീന്ദ്രൻ വന്നേച്ച് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി പറയും, അതെ അമ്മ ഡാൻസൊക്കെ ചെയ്യും അച്ഛാ, അമ്മയുടെ കഴിവൊക്കെ നമുക്കൊന്ന് പുറത്തെടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇവള് ഡാൻസ് ചെയ്യുമെന്നോ, അല്ലേ തന്നെ ഇവളുടെ കഴിവുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഡാൻസ് ചെയ്യുന്നൊരു കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. പിന്നെന്താ വണ്ടിയുടെ പുറകെ ഓടുന്നതാണോ നല്ലത്, അതാണോ കഴിവെന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ വണ്ടി ഓടിക്കുന്ന ഒരു കഴിവൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയോട് പറയാണ്. പിന്നെ അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഡാൻസ് ചെയ്യുവാണ് ചന്ദ്രമതി.
ശ്രുതിയും കൂടിയാണ് ഡാൻസ് ചെയ്യുന്നത്. എന്നിട്ടപ്പോഴത്തേക്കും രേവതി ഒന്ന് ചച്ച ചായ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കിച്ചണിലേക്കൊക്കെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.